ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം. ആ പ്രമുഖ വാനരേന്ദ്രൻ 100 യോജന ചാടുവാൻ തക്ക വീര്യമുള്ളവനായി പെട്ടെന്ന് മാറിയത് കണ്ട വൻപടയുടെ വദനം കാറൊഴിഞ്ഞ ആകാശം പോലെ തെളിഞ്ഞു. എല്ലാവരും കൂട്ടമിട്ട് ആർത്തു. കുളിർത്ത കരളോടെ അത്ഭുത സ്തബ്ധരായി ചുറ്റും നിൽക്കുന്ന കവികൾ കരുത്തേറിയ കാറ്റിൻ മകനെ സ്തുതിച്ചു. മഹാവിഷ്ണുവിൻ്റെ ത്രിവിക്രമരൂപത്തെ 4 പാടും നിന്ന് ദേവതകൾ സ്തുതിച്ചതുപോലെ വാനരപ്പട ദിഗന്ത വിശ്രാന്ത കീർത്തിമാനായ മാരുതിയെ പുകഴ്ത്തി. ഭീമരൂപമാർന്ന ഹനുമാൻ വാലൊന്ന് വട്ടം ചുറ്റിച്ച് സന്തോഷത്തോടെ വർദ്ധിത ബലവാനായി നിന്നു. വൃദ്ധന്മാരായവർ കൂടി അനുമോദിച്ചു. തേജസ് അടിക്കടി അധികമായി തുടങ്ങി. ഗുഹയിൽ കിടക്കുന്ന സിംഹം മൂരി നിവർന്ന് എഴുന്നേൽക്കുന്നത് പോലെ നിവർന്നു. ചുട്ടുപഴുത്ത അമ്പരതലം പോലെ, പുകയില്ലാത്ത അഗ്നിയെപ്പോലെ വാനരമധ്യത്തിൽ നിന്ന് രോമാഞ്ചത്തോടെ എഴുന്നേറ്റ പവനാത്മജൻ കപിപുങ്കവന്മാരെ താണു വന്ദിച്ച് ഇപ്രകാരം പറഞ്ഞു. അദൃഷ്ടനായി ആകാശത്തിൽ സഞ്ചരിക്കുന്ന അഗ്നിസഖാവായ വായുദേവൻ ശൈലാഗ്രങ്ങളെ കൂടി തകർക്കും. ആ ദേവന്റെ ഔരസപുത്രനാണ് ഞാൻ. എനിക്ക് തുല്യം ചാടുവാൻ കെൽപ്പുള്ളവൻ ആരുമില്ല. വാനുരുമി നിൽക്കുന്ന മഹാമേരു പർവ്വതത്തെ നിൽക്കാതെ തന്നെ 1000 തവണ വലത്തു വയ്ക്കുവാൻ എനിക്കിപ്പോൾ സാധിക്കും. ഇന്ന് ഞാൻ കയ്യൂക്കുകൊണ്ട് ഈ പാരിനെ കുന്നും മലയും പുഴയും സമുദ്രവുമൊത്ത ഊഴിയെ വേണ്ടി വന്നാൽ മുക്കിയേക്കും. എൻ്റെ കണംകാലിൻ്റെയും തുടകളുടെയും ഊക്കുകൊണ്ട് നക്രാദികൾ നിറഞ്ഞ സാഗരം കൊടുങ്കാറ്റു തട്ടിയതുപോലെ ഉയർന്നേന്തും. സാക്ഷാൽ ഗരുഡനെ 1000 പ്രാവശ്യം വലത്തു വയ്ക്കുവാനുള്ള കെൽപ്പ് എനിക്കിപ്പോൾ ഉണ്ട്. സർപ്പാശിയായ വൈനതേയൻ വാനിൽ പറക്കുന്നതിനോടൊപ്പം ഞാൻ എത്തും. ഉദയം മുതൽ ഒന്നിച്ചു പോയി അസ്തമനത്തിന് മുമ്പ് അംശുമാനെ ചെന്നെതിരേറ്റ് യഥാവിധി അഭിവാദ്യം ചെയ്യും. ഭൂസ്പർശം ചെയ്യാതെ തന്നെ ഒരേ ദിക്കിൽ ആകാശസഞ്ചാരികളെ മുന്നോട്ട് പോകും. വേണ്ടി വന്നാൽ അമ്പുതികളെ വറ്റിക്കാം, ഭൂമിയെ പിളർക്കാം. ചാട്ടം കൊണ്ട് തന്നെ ഞാൻ മലകളെ പൊടിക്കാം. കാലുകളുടെ ഊക്കുകൊണ്ട് സമുദ്രജലം ഞാൻ കൊണ്ടുപോകും. വള്ളികളാൽ ചുറ്റപ്പെട്ട വൻമരങ്ങൾ കൂടി ചാടുന്ന സമയത്ത് എന്നെ അനുഗമിച്ച് ആകാശസഞ്ചാരം ചെയ്യും. ചോതി നക്ഷത്ര മാർഗമേതോ അതുപോലെയാകും എനിക്ക് വാനിലുള്ള പന്താവ്. ഘോരസഞ്ചാരികളായ സർവഭൂതങ്ങളും എൻ്റെ ഒന്നിച്ച് പറന്നെത്തുന്നത് നിങ്ങളിന്ന് കാണും. വൻകാറ്റ് പോലെ വ്യോമം മുഴുവൻ വിഴുങ്ങിയ പോലെ പോകുന്ന എന്നെ നിങ്ങളിന്ന് കാണും. ആകാശത്തിലുള്ള കാറുകളെ ഊതി പറപ്പിക്കും, മാമലകളെ കുലുക്കും, സാഗരം കലക്കും. തെറ്റുപറ്റാതെ ചാടുന്ന എൻ്റെ ശക്തി സാക്ഷാൽ ഗരുഡൻ്റെയും വായുവിൻ്റെയുമാണ്. പക്ഷീന്ദ്രനായ വൈനതേയനെയും പവനനെയും അല്ലാതെ മറ്റൊരാളെയും എൻ്റെ പിന്നാലെ പോരുവാൻ ഞാൻ കാണുന്നില്ല. കാർമേഘത്തിൽ നിന്ന് ഇടിമിന്നൽ എന്ന പോലെ ഒരു ക്ഷണം കൊണ്ട് ഞാൻ ആകാശമാർഗത്തിൽ പറന്നെത്തുന്നത് കാണുവിൻ. സമുദ്രലംഘന സമയത്ത് എൻ്റെ ഉടൽ സാക്ഷാൽ വൈകുണ്ഠനാഥൻ്റെ വാമന സ്വരൂപം വളർന്നതുപോലെയായി തീരും. ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് എല്ലാം ഇപ്പോൾ കാണുന്നു. എൻ്റെ ഹൃദയവിചാരവും അതിനൊത്തതാണ്. കാണും, ദേവിയെ ഞാൻ കാണും. നിങ്ങൾക്ക് അഴലൊട്ടും വേണ്ട. വേഗതയിൽ ഞാൻ പിതാവിന് തുല്യനാണ്. ആകാശസഞ്ചാരത്തിൽ മഹാവിഷ്ണു വാഹന സദൃശനാണ്. വേണ്ടി വന്നാൽ 1000 യോജന ദൂരത്തേക്ക് ചാടാമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ചെങ്ങാതിമാരെ, വേണ്ടി വന്നാൽ വജ്രായുധം എടുത്ത മഹേന്ദ്രൻ്റെയോ സ്വയംഭൂവായ വിധാതാവിൻ്റെയോ കയ്യിൽ നിന്ന് അമൃതം തട്ടിക്കൊണ്ടു പോരുവാൻ കൂടി ഇപ്പോൾ എനിക്ക് സാധിക്കും. നിവൃത്തിയില്ലെന്നു കണ്ടാൽ ലങ്കയെ കൂടി എടുത്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ മടങ്ങിയെത്തും. സുസ്പഷ്ടമായി എല്ലാവരും കേൾക്കത്തക്ക വിധം ഇത്രയും പറഞ്ഞ വാനരേശ്വരനെ അത്ഭുത സ്നേഹ ആദരങ്ങളോടെ ആ വൻപട നോക്കി നിന്നു. മനം കുളിർത്ത ജാമ്പവാൻ, ഹാ വീര, കേസരീപുത്ര, പവനതനയ, ഹനുമാനെ, മകനെ, ഉണ്ണി, ഈ സുഹൃത്തുക്കളുടെ ദുഃഖമെല്ലാം അങ്ങ് തീർത്തു കഴിഞ്ഞു. എല്ലാ കവികളും ഉണ്ണിയുടെ നന്മയ്ക്ക് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കാര്യസാധ്യത്തിനായി ഞങ്ങളെല്ലാവരും മംഗളകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കും. മകനെ മാരുതി, മഹർഷിവര്യന്മാരുടെ അനുഗ്രഹത്താൽ, വയോവൃദ്ധരായ വാനരന്മാരുടെ ആഗ്രഹത്താൽ, ആചാര്യന്മാരുടെ ആശിസാൽ ഈ വൻകാടൽ താണ്ടിയാലും
ഒരു കാലൂന്നി നിൽക്കുന്നത് പോലെയാണ് ഞങ്ങൾ. അങ്ങയുടെ കയ്യിലാണ് ഞങ്ങളുടെ ജീവൻ മുഴുവനും. മഹാത്മാ ജാംബവാനെ വണങ്ങിക്കൊണ്ട് ഹനുമാൻ കപിയൂതത്തോട് തുടർന്നു. ചെങ്ങാതികളെ, ഞാൻ ചാടുന്ന സമയത്തുള്ള ഊക്ക് താങ്ങുവാൻ ഇവിടം പോരാ. കരിമ്പാറ കൂട്ടങ്ങൾ നിറഞ്ഞ ഉറപ്പുള്ള ശൃംഗങ്ങളോട് കൂടിയ മഹേന്ദ്രപർവ്വതം അതാ. ആ അദ്രിശിഖരത്തിൽ കയറി ഞാൻ ഊക്കിടാം. അനേകവിധ വൃക്ഷങ്ങൾ ഇടതിങ്ങി എല്ലാവിധ ധാതുക്കളും ഒത്തുചേർന്ന് ശോഭിക്കുന്ന ഈ പർവ്വതരാജൻ എൻ്റെ ശക്തിയെ താങ്ങും. സംശയമില്ല, 100 യോജന ദൂരത്തേക്ക് ചാടുമ്പോൾ ഉണ്ടാകുന്ന കാലമർത്തൽ മറ്റൊന്നിനും താങ്ങുവാൻ സാധിക്കുകയില്ല. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.